അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ച് ഷെഡ്യൂൾ, ലഞ്ച് റൂട്ടീൻ എൻ്റെ കൂടെ കാണാവേ. UAE ഞങ്ങൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസൊക്കെ നടക്കുക. രാവിലെ എഴുന്നേറ്റ് ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു, ഒരു ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു, അതൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഒരു കപ്പ് പാലൊക്കെ അവർക്ക് കൊടുത്തു, അവരും ക്ലാസ്സൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ 11:30 ആയപ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എൻ്റെയും ക്ലാസ് കഴിഞ്ഞു, പിള്ളേരുടെയും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കിച്ചണിലേക്ക് വന്നു ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ നോക്കിയപ്പം ഫ്രിഡ്ജിനകത്ത് ഞാൻ മേത്തി പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മേത്തി പറാഠ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പം മേത്തി പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വെള്ളത്തിനകത്ത് കുറേ നേരം ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനകത്തു നിന്നുള്ള അഴുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് നല്ലതായിട്ട് ക്ലീനായി കിട്ടും. പിന്നെ വീണ്ടും 2 വെള്ളത്തിൽ അത് റിൻസ് ചെയ്ത് നല്ലതായിട്ട് എടുത്തു. ആട്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് മസാല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അജ്വൈനും പിന്നെ വെളുത്ത എള്ളും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മേത്തിയും കൂടെ ഇട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് മിക്സാക്കി എടുക്കണം. അതിനകത്ത് വെള്ളമൊന്നും ആദ്യമേ തന്നെ ഒഴിക്കാൻ പാടില്ല, കാരണം ഈ മേത്തിക്കകത്തു നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് അതിനകത്ത് മിക്സാകും. പിന്നെ മിക്സ് ആക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിക്കും. ഞാൻ ഒരുപാട് നാളായി റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് നിർത്തിയിട്ട് ഞാനിപ്പോൾ കടുകെണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. കടുകെണ്ണയും പിന്നെ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാറുണ്ട്. നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. അപ്പോൾ ഈ കടുകെണ്ണയിട്ട് നമ്മൾ ആട്ട കുഴയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു നല്ല ബൈൻഡിങ് ഇത് കിട്ടും, നല്ലതായിട്ട് ബൈൻഡാവും. ഒരിക്കലും ചപ്പാത്തി ഒന്നും പൊട്ടിപ്പോകത്തില്ല. കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല. അങ്ങനെ ആട്ടയൊക്കെ കുഴച്ചെടുത്തു. പിന്നെ ആട്ട കുഴയ്ക്കുമ്പോൾ ഒത്തിരിയും സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചില്ല, നല്ല കുറച്ചൊന്ന് ഹാർഡായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ആട്ട കുഴച്ചെടുത്തപ്പോഴത്തേക്ക്. പിന്നെ പാചകമൊക്കെ ക്ലീൻ ആക്കി. അപ്പോഴാണ് പിന്നെ എനിക്കൊരു കോൾ വന്ന് മീറ്റിങ്ങിനായിട്ടുള്ളത്, അതൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് 1 മണി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ആട്ടയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുക. രാവിലെ ആണെങ്കിൽ ഞാൻ കാപ്പി മാത്രമേ കുടിച്ചോളായിരുന്നേ, ഞാൻ ദോശയൊന്നും കഴിച്ചില്ലായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല കഴിക്കാനായിട്ട്. അപ്പം എനിക്കിപ്പോൾ നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഇതിന് പറാട്ട എന്നാണ് പറയുന്നത്, മേത്തി പറാട്ട. നല്ലതായിട്ട് പഴുത്തിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കടുകെണ്ണ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചപ്പാത്തിക്ക് നല്ലൊരു ബൈൻഡിങ് നേച്ചർ കിട്ടും, പിന്നെ അത് പൊട്ടത്തേയില്ല. അപ്പം ഇത് മേത്തിയൊക്കെ നല്ലതായിട്ട് അതിനകത്ത് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. പരത്തിയെടുത്ത് ചുട്ടും എടുത്തിട്ടുണ്ടായിരുന്നേ. ചിലരൊക്കെ ആണെങ്കിൽ ഇത് സ്റ്റഫ് ചെയ്തും ഉണ്ടാക്കാറുണ്ട്, ചിലരിത് വഴറ്റിയിട്ട് പിന്നെ ആട്ടയ്ക്കകത്ത് കുഴച്ചെടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പച്ചയ്ക്ക് നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കയ്പൊന്നും അറിയത്തേയില്ല, പറാട്ടയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഉണ്ടാക്കി അതിനകത്ത് നല്ലതായിട്ട് നെയ്യൊക്കെ തേച്ചു. വേണമെങ്കിൽ ബട്ടറും കൂടി തേക്കാം, എണ്ണയൊന്നും ഞാൻ തേക്കത്തില്ല, ബട്ടർ അല്ലെങ്കിൽ നെയ്യ് മാത്രമേ തേക്കത്തുള്ളൂ. ഇന്ന് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നെയ്യ് തേച്ച് ചുട്ടെടുത്തു വേഗം. പിന്നെ ഞാനിത് കഴിക്കുന്നത് ഒന്നെങ്കിൽ ചിലപ്പോഴൊക്കെ ചട്നി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ അച്ചാറിൻ്റെ കൂട്ടത്തിൽ കഴിക്കും. ഇന്ന് ഞാൻ പിള്ളേർക്ക് കൊടുത്തത് തൈരിൻ്റെ കൂട്ടത്തിലാണ്. തൈരും പഞ്ചസാരയും കൂടിയിട്ട് ഇളക്കി ഈ മേത്തി പറാട്ട അതിൻ്റെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചപ്പാത്തി ഒരു പറാട്ട എടുത്തിട്ട് ഞാൻ അച്ചാറിൻ്റെ കൂടെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ലഞ്ചിന് എന്തുവാന്ന് കമൻറ്റ് ചെയ്ത് പറയണേ.